നമസ്കാരം, വീട്ടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റിന്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സും ഇനി ശ്രദ്ധിക്കേണ്ട ലെവലുകളും നമുക്ക് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇന്നത്തെ സെഷനിലെ പെർഫോമൻസ് വിലയിരുത്തുകയാണെങ്കിൽ തുടർച്ചയായിട്ടുള്ള ആറാമത്തെ സെഷനിലും നേട്ടം നിലനിർത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. പക്ഷേ 25,100 എന്നുള്ള ലെവല് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. ഹയർ ലെവൽസ് നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിച്ചത്. ഇനിയിപ്പോൾ മുന്നോട്ടേക്ക് നോക്കുന്ന സമയത്ത് അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് സ്വാധീനിക്കാൻ സാധ്യതയുള്ള എക്കണോമിക് ഡാറ്റകൾ പരിശോധിക്കുകയാണെങ്കിൽ US എക്കണോമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റകളാണ് പ്രധാനമായിട്ടും വരാനിരിക്കുന്നത്. അതിലൊന്ന് മാനുഫാക്ചറിംഗ് PMI ഡാറ്റയാണ്. അതോടൊപ്പം ജോബ്ലെസ് ക്ലെയിംസ് ഡാറ്റ ഒക്കെ വരാനിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആവുന്നുണ്ട് US മാർക്കറ്റിനെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള മാർക്കറ്റുകളെ സംബന്ധിച്ചും. അതോടൊപ്പം തന്നെ ജാക്സൺ ഹോൾ സിമ്പോസിയത്തിന്റെ ഔട്ട്കമും കൂടി വളരെയധികം നിർണായകമാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ജാക്സൺ ഹോൾ സിമ്പോസിയത്തിൽ ഫെഡ് ചെയർമാൻ ജെറോം പവൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെയധികം നിർണായകമാണ്. കാരണം മെയിനായിട്ടും അദ്ദേഹത്തിന്റെ ടെന്യൂറിലെ അവസാനത്തെ ഒരു സ്പീച്ച് ആയിരിക്കും ഈ ഒരു പ്രോഗ്രാമിൽ നടക്കാനിരിക്കുന്നത്. കാരണം മെയ് 2026 മെയ്യോടുകൂടി അദ്ദേഹത്തിന്റെ ടെന്യൂർ അവസാനിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം തന്നെ തുടരുമോ എന്നതിൽ നമുക്ക് സംശയമുണ്ട്. കാരണം പ്രസിഡന്റ് ട്രംപും അദ്ദേഹവുമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളോട് പ്രസിഡന്റ് ട്രംപിന് ഒരു വിയോജിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഫെഡ് ചെയർമാൻ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ നോമിനേറ്റ് ചെയ്യുമോ എന്നുള്ളതിൽ സംശയമാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടെന്യൂറിൽ അവസാനത്തെ ഒരു ഇവന്റ് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ ഒരു ഇവന്റിൽ എന്താണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നതും വളരെയധികം നിർണായകമാകും. ഇത്തവണത്തെ ഈ ഒരു ഇവന്റിൽ പ്രധാനമായിട്ടും ടോപ്പിക് ലേബർ മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. ലേബർ മാർക്കറ്റ്സ് ഇൻ ട്രാൻസിഷൻ, ഡെമോഗ്രാഫിക്സ്, പ്രൊഡക്ടിവിറ്റി ആൻഡ് മാക്രോ എക്കണോമിക് പോളിസി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കാൻ പോകുന്നത്. എക്കണോമിക് ഐഡിയാസ് രാജ്യത്തിന്റെ അല്ലെങ്കിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുക്കുന്ന ഈ ഒരു ഇവന്റിൽ നമ്മുടെ എക്കണോമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത് നമുക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള എക്കണോമിക് ഡാറ്റകളാണ് വരും സെഷനുകളിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്വാധീനിക്കാൻ സാധ്യതയുള്ള. ഇന്നത്തെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻസെക്സ് 142 പോയിന്റിന്റെ ഒരു നേട്ടത്തിൽ 82,000 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 33 പോയിന്റിന്റെ നേട്ടം നിലനിർത്തിയിരുന്നു. 25,083 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഡോക്ടർ റെഡ്ഡി, സിപ്ല, ബജാജ് ഫിൻസർവ്, ICICI ബാങ്ക്, SBI ലൈഫ് ഇൻഷുറൻസ് പോലുള്ള ഓഹരികൾക്ക് നേട്ടം നിലനിർത്താൻ സാധിച്ചിരുന്നു. ബജാജ് ഫിൻസർവിന് ഇപ്പോൾ ജെഫ്രീസ് ഒരു 24% അപ്സൈഡ് പൊട്ടൻഷ്യൽ ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു വ്യൂ ഒക്കെ കവറേജ് ഒക്കെ ലഭിച്ചതിന് ശേഷമാണ് ബജാജ് ഫിൻസർവിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം കാണാൻ സാധിച്ചത്. ഓൾ ടൈം ഹൈ മറികടന്ന് പോകുമെന്നുള്ള ഒരു അപ്ഡേഷനാണ് ബജാജ് ഫിൻസർവുമായി ബന്ധപ്പെട്ട് പങ്കുവെക്കുന്നത്. SBI ലൈഫ് ഇൻഷുറൻസ് നല്ല നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ ബജാജ് ഓട്ടോ, കോൾ ഇന്ത്യ പവർ ഗ്രിഡ്, എറ്റേണൽ, ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് പോലുള്ള ഓഹരികൾ ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ടിരുന്നു. സെക്ടേഴ്സിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഫാർമയിൽ 1% മുന്നേറ്റം കാണാൻ സാധിച്ചിരുന്നു. റിയൽറ്റീസ് ഇൻഡെക്സിൽ 0.4% നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓട്ടോ ഇൻഡെക്സും FMCG ഒക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് പോയിരുന്നു. കാരണം കഴിഞ്ഞ കുറച്ച് സെഷനുകളിൽ നമുക്ക് ഈ ഒരു സെക്ടേഴ്സിൽ നല്ലൊരു റാലി കാണാൻ സാധിച്ചിരുന്നു. ഇന്ന് നമുക്കതിൽ നേരിയൊരു ഇടിവാണ് കാണാൻ സാധിച്ചിരുന്നത്. ബ്രോഡർ മാർക്കറ്റ് ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് പ്രകടനം നടത്തിയിരുന്നത്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജൂപ്പിറ്റർ വാഗൻസിന് 3% മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. കമ്പനിയുടെ ആമിന് 215 കോടി രൂപയുടെ ഒരു കരാർ ലഭിച്ചു എന്നുള്ള അപ്ഡേഷൻസ് വന്നതാണ് ഓഹരിക്ക് ഒരു പിന്തുണ നൽകിയത്. കാവേരി സീഡ്സിന്റെ ഓഹരികൾക്ക് 5% മുന്നേറ്റം രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു. IIFL ഈ ഒരു ഓഹരിക്ക് ആഡ് എന്ന റേറ്റിംഗ് കൊടുത്തിരുന്നു. ഇതിനു മുൻപ് സെൽ എന്ന റേറ്റിംഗ് ആണ് നൽകിയിരുന്നത്. ടാർഗറ്റ് പ്രൈസ് 1,140 രൂപയാണ് നൽകിയിരിക്കുന്നത്. നസാറ ടെക്നോളജീസിന്റെ ഓഹരികളിൽ നമുക്ക് ഇന്നും ഒരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിച്ചത്. 15 ആഴ്ചയിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് ഇടിയുന്നൊരു സാഹചര്യമാണ് നസാറ ടെക്നോളജീസിൽ കാണാൻ സാധിച്ചത്. നമ്മൾ അറിഞ്ഞിരുന്നു ഓൺലൈൻ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബില്ല് ഇനി അവതരിപ്പിക്കാൻ പോവുകയാണ്. റിയൽ മണി പ്ലാറ്റ്ഫോമിനെ പൂർണ്ണമായിട്ടും നിർത്തലാക്കാൻ അല്ലെങ്കിൽ വിലക്ക് ഏർപ്പെടുത്താനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരാൻ പോകുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നസാറ ടെക്കിനെ സംബന്ധിച്ചാണ്. കാരണം നസാറ ടെക് ഇത്തരത്തിൽ അങ്ങനെ ഒരു കമ്പനീനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 48% ഷെയർസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഒരു റിയൽ മണി ഗെയിം പ്ലാറ്റ്ഫോമുള്ള ഒരു കമ്പനീനെ അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നസാറ ടെക്നോളജി വ്യക്തമാക്കിയത് അവർക്ക് അവരുടെ കൺസോളിഡേറ്റഡ് റവന്യൂയിലോ അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് പ്രോഫിറ്റിലോ ഈ ഒരു കമ്പനിയുടെ റവന്യൂ പ്രോഫിറ്റോ ഒന്നും റിഫ്ലക്റ്റ് ആകില്ല, വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കില്ല എന്ന് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ കഴിഞ്ഞ സെഷൻസ് തൊട്ട് നസാറ ടെക്നോളജിയിൽ നമുക്ക് നല്ലൊരു ഇടിവാണ് കാണാൻ സാധിച്ചത്. ഓല ഇലക്ട്രിക് ഇന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഫേസ് ചെയ്തു. 8.5% ഒരു
ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കമ്പനിയുടെ ഓഹരിയിൽ നമുക്കൊരു ബ്ലോക്ക് ഡീൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ത്യ സിമൻസിന്റെ ഓഹരി 6% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു അൾട്രാടെക് സിമന്റ് കമ്പനിയുടെ ഓഹരികൾ 6% ഓഹരികൾ ഓഫർ ഫോർ സെയിൽ വഴി വിൽക്കാൻ പോകുന്നു എന്ന അപ്ഡേഷൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. ക്ലീൻ സയൻസിന്റെ ഓഹരിയിൽ 3% ഇടിവാണ് കണ്ടത്. കാരണം ഓഹരിയുടെ 20% ഇക്വിറ്റി ബ്ലോക്ക് ഡീൽ വഴി കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന അപ്ഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്. 120-ലധികം സ്റ്റോക്കുകൾക്ക് ഇന്ന് ഒരു വർഷത്തെ ഉയർന്ന നിലയിലേക്ക് എത്താൻ സാധിച്ചിരുന്നു. അതിൽ ലെമൺ ട്രീ, ഇന്ത്യ സിമൻസ്, JM ഫിനാൻഷ്യൽ, L&T ഫിനാൻസ്, സായി ലൈഫ് സയൻസസ്, നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ്, HDFC AMC, അൾട്രാടെക് സിമന്റ്, ഗോഡ്ഫ്രെ ഫിലിപ്സ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ പോലുള്ള ഓഹരികളൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. മാരിക്കോയും ഇന്ന് 52 ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ടെക്നിക്കൽ ലെവൽസ് നോക്കുകയാണെങ്കിൽ LKP സെക്യൂരിറ്റീസിലെ രൂപക് അഭിപ്രായപ്പെടുന്നത് നിഫ്റ്റി ഇന്നത്തെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ ഒരു നാരോ റേഞ്ചിലായിട്ടാണ് മൂവ് ചെയ്തത്. 25,050, 25,150 എന്നൊരു റേഞ്ചിനുള്ളിൽ റേഞ്ച് ബൗണ്ട് ആയിട്ടാണ് ട്രേഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു ലിമിറ്റഡ് വോളറ്റിലിറ്റിയാണ് ഇന്നൊരു എക്സ്പയറി ആയിട്ട് പോലും നമുക്ക് സൂചികയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷെ ഓവറോൾ സെന്റിമെന്റ്സ് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ തുടരുന്നുണ്ട്. കാരണം ഷോർട്ട് ടേം മൂവിങ് ആവറേജസിന് മുകളിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂചികയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇനി റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നോക്കുകയാണെങ്കിലും ഒരു ബുള്ളിഷ് ക്രോസ് ഓവറിലാണ് കാണിക്കുന്നത്. അത് ട്രെൻഡ് ഹയർ ആണെന്നുള്ളത് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഡൗൺ സൈഡിൽ 24,800 നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട്. ഈ ഒരു ലെവൽ എത്രത്തോളം നിലനിർത്താൻ സാധിക്കുന്നുവോ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബൈ ഓൺ ഡിപ്സ് എന്ന സ്ട്രാറ്റജി ഇവിടെ വർക്ക് ആകുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അപ്സൈഡിൽ നോക്കുമ്പോൾ 25,250, 25,500 ലെവലുകളിലാണ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടതെന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി ശ്രീകാന്ത് ചൗഹാൻ കൊട്ടക് സെക്യൂരിറ്റീസിലെ അനലിസ്റ്റ് ആണ്. അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഓവറോൾ മാർക്കറ്റ് ട്രെൻഡ് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പക്ഷെ ഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഇൻട്രാഡേ കറക്ഷൻ സമയത്ത് ബൈ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഹയർ ലെവൽസിൽ സെല്ല് ചെയ്യുന്നുള്ള ഒരു സ്ട്രാറ്റജി സ്വീകരിക്കുന്നത് നല്ലതാണെന്ന് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഡൗൺ സൈഡിൽ സെൻസെക്സിനെ സംബന്ധിച്ച് 81,700 ശ്രദ്ധിക്കേണ്ടത്. നിഫ്റ്റി 25,000 എന്ന ലെവൽ വാച്ച് ചെയ്യാവുന്നതാണ് സപ്പോർട്ടായിട്ട്. അത് കഴിഞ്ഞാൽ 24,950 നിഫ്റ്റിയിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു സപ്പോർട്ട്. സെൻസെക്സിൽ 81,500 എന്ന ലെവലും സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഇനി 21,150, 25,150, 82,300 എന്നീ ലെവലുകളിൽ നമുക്ക് അപ്സൈഡിൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. തുടർന്ന് 25,250, 82,500 എന്നീ ലെവലുകളിലും ക്രൂഷ്യൽ റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. ഇനി 24,950 എന്നൊരു ലെവൽ ബ്രേക്ക് ചെയ്ത് നിഫ്റ്റി താഴോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് മാറാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സെന്റിമെന്റ്സ് മാറാനുള്ള സാധ്യതയുണ്ട്. സെൻസെക്സിൽ 81,500 ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് ശ്രദ്ധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിലോട്ടാണ് പോകുന്നതെങ്കിൽ ലോങ് പൊസിഷൻസ് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഐഡിയൽ എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി HDFC സെക്യൂരിറ്റീസിന് നാഗരാജ് ഷെട്ടി അഭിപ്രായപ്പെടുന്നത് ഇന്നൊരു വോളറ്റിലിറ്റി അല്ലെങ്കിൽ ഇന്നൊരു എക്സ്പയറി ദിനത്തിലും നമുക്കൊരു കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിരുന്നില്ല. കാരണം ഹയർ ലെവൽസിൽ എത്തിയതിനു ശേഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നേരിടുകയും പിന്നീട് ഒരു നാരോ റേഞ്ചിലായിട്ടായിരുന്നു സൂചിക ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 25,150 എന്നൊരു ലെവലിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ബ്രീച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇനി വരുന്ന സെഷനുകളിൽ ട്രെൻഡ് നോക്കുന്ന സമയത്ത് ഒരു കൺസോളിഡേഷൻ തന്നെ തുടരാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയരുത്. ഈ ഒരു മൈനർ വീക്ക്നെസ് തുടരാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. 25,300 ബ്രോഡർ റേഞ്ചിൽ അദ്ദേഹം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ്. 25,000 നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു സപ്പോർട്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. ഓവറോൾ എക്സ്പേർട്സ് അഭിപ്രായപ്പെടുന്നത് 25,000 ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് തന്നെ പ്രതീക്ഷിക്കണമെന്ന് തന്നെയാണ്. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഈ ഒരു സപ്പോർട്ടിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നിടത്തോളം 25,160, 25,250 എന്ന റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത സൂചികയെ സംബന്ധിച്ചുണ്ട്. തുടർന്ന് 25,350, 25,400 ലെവലുകളിലാണ് നമ്മളൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത്. അതല്ല ഡൗൺ സൈഡിൽ 24,850 ഒരു കീ സപ്പോർട്ടായിട്ട് പ്രതീക്ഷിക്കേണ്ടത്.
ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വലിയൊരു സെല്ലിംഗ് പ്രഷർ തന്നെയാണ് നമ്മൾ സൂചികയിൽ എക്സ്പെക്ട് ചെയ്യേണ്ടത്. ഇനി മന്ത്ലി ഓപ്ഷൻ സ്റ്റാർട്ട് നോക്കുകയാണെങ്കിൽ 25,200 എന്ന റേഞ്ചിലായിരിക്കും അപ്കമിങ് സെഷൻസിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുക എന്ന് തന്നെയാണ്. 25,000 തന്നെയാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. 25,500 അതോടൊപ്പം 25,000, 25,200 സ്ട്രൈക്കുകളാണ് കൂടുതൽ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് കണ്ടിരിക്കുന്നത്. മാക്സിമം കോൾ റേറ്റിംഗ് കാണുന്നത് 25,600, 25,500, 25,100 സ്ട്രൈക്കുകളിലാണ്. ഇനി 25,000 സ്ട്രൈക്കിലാണ് പുട്ട് ഇൻട്രസ്റ്റും ഓപ്പൺ ഇൻട്രസ്റ്റും കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. 24,500, 24,800 സ്ട്രൈക്കുകളിലും മാക്സിമം പുട്ട് ഇൻട്രസ്റ്റ് കാണുന്നുണ്ട്. പുട്ട് റൈറ്റിംഗ് 25,100, 25,000, 24,800 സ്ട്രൈക്കുകളാണ് കാണുന്നത്. ഇനി നിഫ്റ്റി ബാങ്ക് സൂചികയുടെ പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ 56,000 എന്നുള്ള ആ ഒരു സൈക്കോളജിക്കൽ മാർക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സൂചിക ശ്രമിച്ചിരുന്നു. 55,994 വരെ ഇന്നലെ ഒരു ഇൻട്രാഡേയിൽ എത്തിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് സൂചികയിൽ കണ്ടത്. തുടർന്ന് 57 പോയിന്റിന്റെ നേട്ടത്തിൽ 55,755 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഫോം ചെയ്തിരിക്കുന്നത്. സൂചികയ്ക്ക് 20 അതോടൊപ്പം 50-ഡേ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല. ഇനി ഓവറോൾ അതിൻ്റെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ ഒരു കൺസോളിഡേഷൻ ഫേസിൽ തന്നെയാണ് നിഫ്റ്റി ബാങ്ക് സൂചികയും മുന്നോട്ട് പോകുന്നത്. 56,156 എന്നുള്ള ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താലാണ് അപ്വേർഡ് മൂവ്മെന്റിൽ ഫർദർ ആയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഇനി മോത്തിലാൽ ഒസ്വാളിലെ അനലിസ്റ്റ് ചന്ദൻ തബാരിയ അഭിപ്രായപ്പെടുന്നത് 55,555 എന്നുള്ള ഒരു ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചാൽ 56,000 എന്നൊരു ലെവലിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. തുടർന്ന് 56,250 എന്നൊരു റേഞ്ചിലും എത്താനുള്ള സാധ്യതയുണ്ട്. സോ ഈ ലെവലുകളാണ് റെസിസ്റ്റൻസ് ആയി പ്രതീക്ഷിക്കേണ്ടത്. സപ്പോർട്ട് 55,555 തന്നെയാണ്. തുടർന്ന് 55,250 എന്നുള്ള സോണിലും നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ്. ഇനി ഇന്ത്യ വിക്സിന്റെ ഇന്നത്തെ പെർഫോമൻസ് നോക്കുമ്പോൾ 3.5% ഇടിവിൽ 11.37 എന്നുള്ളൊരു റേഞ്ചിലാണ് സെറ്റിലായിരിക്കുന്നത്. അതായത് മൊത്തത്തിൽ മുന്നോട്ടേക്ക് നോക്കുമ്പോൾ മാർക്കറ്റിൽ ഒരു സ്റ്റെബിലിറ്റിയെ ഇൻഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ വിക്സും ഇന്ന് സെറ്റിലായിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇനിയിപ്പോൾ ഈ വീക്കിൽ ഇനി നാളത്തെ ഒരു സെഷൻ കൂടി മാത്രമാണുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ വരുന്ന ഇവൻസുകൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് നമ്മൾ നോക്കണം. പക്ഷെ ഓവറോൾ ഈ വീക്കിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് ട്രെൻഡിലോട്ട് പോകാനുള്ള പ്രവണത നമുക്ക് ആഭ്യന്തര വിപണിയിൽ കാണുന്നുണ്ട്. സോ ഇത് സസ്റ്റെയിൻ ചെയ്യുമോ എന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്.